അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ 6 ആയത്തുകൾ, നമുക്കെല്ലാം സുപരിചിതമായ ആ 6 ആയത്തുകൾ ഷുഗർ പോലെയുള്ള രോഗത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾ നാം കൃത്യമായി അതിനെ ചെയ്യേണ്ട രൂപത്തിൽ പരിപാലിച്ചാൽ അള്ളാഹുവിൻ്റെ ആ ഖുർആനിൻ്റെ കലാമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ ശരീരം നോർമൽ അവസ്ഥയിൽ ആയി ആരോഗ്യം സ്ഥിരപ്പെടുകയും തിരിച്ചു വരികയും ചെയ്യുന്നതാണ്. ഏതാണ് ആ 6 ആയത്തുകൾ? നമുക്കറിയാം, 1.5 ലിറ്റർ വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുക. എന്നതിന് ശേഷം ഈ 6 ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തിൽപ്പെട്ടൊരു സൂറത്താണ് സൂറത്തു യാസീൻ. ലികുല്ലി ഷൈഇൻ ഖൽബുൻ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്, ഖുർആനിൻ്റെ ഹൃദയം അത് സൂറത്തു യാസീനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഖുർആനിൻ്റെ ഹൃദയം ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും എല്ലാം, വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം യാസീൻ എന്നങ്ങോട്ട് തുടങ്ങിയാൽ അൽഹംദുലില്ലാഹ് എല്ലാവരുടെ ഹൃദയത്തിലും അതുണ്ടാവും. അതെന്തുകൊണ്ടാണ്? അത് ഖുർആനിൻ്റെ ഹൃദയമായതുകൊണ്ടാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ അത് താവളമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള യാസീനിലെ അവസാനത്തെ 6 ആയത്തുകൾ അത് ഇപ്രകാരം നമുക്ക് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അവർ ചോദിക്കും, യുഹ്യിൽ ഇളാമ വഹിയ റമീം, നുരുമ്പിച്ചു പോയ എല്ലും കൂട്ടങ്ങളെ ആരാണ് പിന്നെ ജീവിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓ നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, ഖുൽ യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യം ആരാണോ ഈ സൃഷ്ടിപ്പ് നടത്തിയത് അവനാണ് വീണ്ടും നുരുമ്പിച്ചു പോയ എല്ലിൻ കൂട്ടങ്ങളിൽ നിന്ന് അഥവാ ഖബറുകളിൽ നിന്ന് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടിപ്പിനും എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ബാക്കിയും കൂടെ ഓതണം. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ ഫഇദാ അൻതും മിൻഹു തുഖിദൂൻ, പച്ചയായ മരത്തിൽ നിന്ന് കത്തുന്ന തീ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവനാണ് അവൻ. അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഒരു രോഗത്തിന് മരുന്നും വേണം, മന്ത്രവും വേണം, പ്രാർത്ഥനയും വേണം. അതിന് എല്ലാ രോഗത്തിനുമുള്ള മന്ത്രിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 6 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പിൻ്റെ വൈഭവങ്ങളെക്കുറിച്ച്, ഒരു മനുഷ്യനെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തവൻ വീണ്ടും അവനെ മണ്ണോട് ചേർത്തിട്ട് വീണ്ടും അവനെ രണ്ടാമത് ജീവിപ്പിക്കാൻ അള്ളാഹുവിന് വല്ല അശക്തതയും ഉണ്ടോ? അതുകൊണ്ട് ആദ്യം നിങ്ങളെ ഒന്നുമില്ലാത്തവയിൽ നിന്ന് ഇങ്ങനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് വീണ്ടും നിങ്ങളെ സൃഷ്ടിക്കുന്നവൻ, പുനർജനിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്നുള്ള ആ ആയത്ത് നമ്മുടെ രോഗത്തിന് ശമനമായി പഴയൊരവസ്ഥയിലേക്ക് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണമേ എന്ന അർത്ഥത്തിലാണ് ഈ 6 ആയത്തുകൾ രോഗശമനത്തിന് മന്ത്രിക്കാൻ പറ്റുന്ന ആയത്തുകളാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അള്ളാഹുവിൻ്റെ ആ രൂപം ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഉണ്ടാകാൻ പറഞ്ഞാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ആ വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അതപ്പോൾ ഉണ്ടാകും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും ഖുദ്റത്തിനെ കുറിച്ചുമാണ് ആ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ പറയൽ എൻ്റെ ലക്ഷ്യമല്ല. ആ ആയത്ത് വെച്ച് നമുക്ക് മന്ത്രിച്ചാൽ
പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു 1.5 ലിറ്റർ വെള്ളമെടുക്കുക, അതിൽ 7 ഫാത്തിഹ ഓതുക, അതിനുശേഷം ഈ 6 ആയത്തുകൾ 7 പ്രാവശ്യം ഓതണം. എന്നിട്ട് ആഹാരത്തിന് മുമ്പ് ചില സമയങ്ങളിലായി ഈ വെള്ളം നമ്മൾ കുടിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു കോപ്പ വെള്ളം, ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിക്കണം. ഒരു കോപ്പ വെള്ളം ആഹാരത്തിന് മുമ്പ് കുടിക്കണം. എന്നിട്ട് ആ ആഹാരത്തിന് ശേഷം നമ്മൾ പല സമയത്തായി, പല നേരങ്ങളിലായി നാം ഈ വെള്ളം ബാക്കി വരുന്ന 1.5 ലിറ്റർ വെള്ളം ഉണ്ടല്ലോ, അതിലൊരു കോപ്പ വെള്ളമാണ് ആഹാരത്തിന് കുറേ മുമ്പ്, ആഹാരം കഴിക്കുന്നതിന് കുറേ മുമ്പാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അതുപോലെ ആഹാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കരുത്, ദഹനത്തിന് കംപ്ലൈൻറ്റ് വരും. ആഹാരം കഴിച്ച ഉടനെയും വെള്ളം കുടിക്കരുത്. പ്രിയമുള്ള സഹോദരൻ, അത്യാവശ്യം കുടിക്കുന്നതിൽ അപ്പുറം നാം കൂടുതൽ വെള്ളം കുടിക്കുന്നത് ആഹാരത്തിന് മുമ്പ്, കുറേ മുമ്പ്, അതുകൊണ്ട് ആഹാരത്തിന് കുറേ ശേഷമായിരിക്കും. അതേപോലെ ഈ വെള്ളവും നമ്മൾ കുടിക്കേണ്ടത് ആഹാരത്തിന് മുമ്പ് ഒരു കോപ്പ വെള്ളം കുടിച്ചിട്ട് ബാക്കി വെള്ളം ഇടവിട്ട സമയങ്ങളിൽ നാം കുടിച്ചു തീർത്താൽ ഷുഗർ പോലെയുള്ള നമ്മളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന രോഗങ്ങൾക്കൊരു ശമനം ലഭിക്കാൻ കാരണമാകും ഇൻഷാ അള്ളാഹ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് രോഗികൾക്കും മറ്റ് രോഗങ്ങൾക്കും ഈ 6 ആയത്തുകൾ ഓതിക്കൊടുക്കുവാനും മന്ത്രിച്ചു കൊടുക്കാനും പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗരഹിതമായ ഒരു ജീവിതം, ആരോഗ്യമുള്ള ശരീരം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കാർക്കെങ്കിലും ദുആ ചെയ്യാനുള്ള ഒരു അവസരം ഒരു സമുദായത്തിൽ, ഒരു സമൂഹത്തിൽ കിട്ടിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആഫിയത്ത് ഏറ്റവും വലിയ സമ്പത്താണ്. ആഫിയത്ത് നഷ്ടപ്പെട്ട് നമ്മൾ എത്ര സമ്പത്തുണ്ടാക്കിയാലും അതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആഫിയത്തിനെ പരിഗണിച്ചുള്ള ജീവിത ശൈലിയാണ്, ആരോഗ്യത്തെ പരിഗണിച്ചുള്ള ജീവിത ശൈലിയാണ്, ആഹാര രീതിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു എല്ലാ ഷുഗറും, പ്രഷറും, കൊളസ്ട്രോളും, അറ്റാക്കും, ക്യാൻസറും, നമ്മുടെ സർവ്വതും നശിപ്പിച്ചു കളയുന്ന, സമയം നശിപ്പിക്കുന്ന, സമ്പത്ത് നശിപ്പിക്കുന്ന, ആയുസ് നശിപ്പിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ശമനവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്കെല്ലാം അള്ളാഹു ശമനം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, വീടുകളിൽ പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. വാർദ്ധക്യ സഹജവും ആക്സിഡന്റ് പറ്റിയും അല്ലാതെയും ഒക്കെ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. RCCയിലേക്ക് ബ്ലഡ് എടുത്ത് ടെസ്റ്റിന് വിട്ടേക്കുന്ന, അത് റിസൾട്ട് വേദനയോടെ കാത്തിരിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സമാധാനവും മോചനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. മദാർ മജ്ലിസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.